ഹലോ സ്റ്റുഡൻസ്, ഈ കാണുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത ഒരു പ്രോഗ്രാമാണ്. അതായത് സർക്കിളിൻ്റെ റേഡിയസ് എൻ്റർ ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ഡയമീറ്ററും ഏരിയയും കാൽക്കുലേറ്റ് ചെയ്ത് തരുന്ന ഒരു പ്രോഗ്രാം. ഇത് നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്തത് തന്നെയാണ്. അപ്പോൾ ആ പ്രോഗ്രാമിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു: ഏരിയ ഈക്വൽ ടു 3.14 ഇൻറ്റു ആർ ഇൻറ്റു ആർ. അതായത് പൈ ആർ സ്ക്വയർ എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷനാണ് നമ്മൾ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തത്. അപ്പോൾ ഇവിടെ പൈ എന്ന ആ ടേമിൻ്റെ വാല്യൂ 3.14 ആയിട്ടാണ് നമ്മൾ എടുത്തത്. ആക്ച്വലി പൈയുടെ വാല്യൂ 3.14 അല്ല എന്ന് നമുക്കറിയാമല്ലോ. നമ്മളത് ജസ്റ്റ് അപ്രോക്സിമേറ്റ് ചെയ്താണ് 3.14 എന്ന് എഴുതുന്നത്. ആക്ച്വലായിട്ട് പൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 3.14159 എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത്രയും ഡെസിമൽ പ്ലേസസ് ഉള്ള ഒരു നമ്പറാണ് പൈയുടെ ആക്ച്വൽ വാല്യൂ എന്ന് പറയുന്നത്. പക്ഷേ നമ്മളിവിടെ സ്റ്റേറ്റ്മെൻറ്റിൽ 3.14 എന്ന് എഴുതിയുള്ളൂ. കാരണം അത് സിംപ്ലിഫൈ ചെയ്യുന്ന രീതിയിൽ അത്രത്തോളം ഒരുപാട് ആക്യുറസി ഒന്നും വേണ്ട എന്ന ഒരു അസംഷനിൽ 3.14 ഇട്ടാണ് നമ്മൾ പ്രോഗ്രാം എഴുതിയത്. അപ്പോൾ അതായത് പൈ എന്ന് പറയുന്ന ടേം നമ്മൾ കൊടുത്തില്ല, അതിന് പകരം ഡയറക്റ്റായിട്ട് 3.14 എന്നൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ് നമ്മൾ ഇക്വേഷനിലിട്ട് നമ്മൾ ഈ ഒരു പ്രോഗ്രാം ചെയ്ത് അതിൻ്റെ ഔട്ട്പുട്ട് ഏരിയ എടുത്തത്. ഇവിടെ ഇപ്പം 3.14 പകരം 3.14159 ആയിരുന്നു ഇട്ടിരുന്നത് എങ്കിൽ ഇവിടെ ചെറിയ ഒരു വേരിയേഷൻ ഈ ആൻസറിൽ വന്നേനെ. അപ്പോൾ അങ്ങനെ ഒരു ഡിഫറൻസ് ഇഗ്നോർ ചെയ്താണ് നമ്മൾ ഇങ്ങനെ ഒരു കോൺസ്റ്റൻറ്റ് ഇട്ട് കൊടുത്തത് എന്ന് ആ ഒരു അസംഷനിലാണ് നമ്മൾ ചെയ്തത്. ഇവിടെ ഞാനൊരു സിറ്റുവേഷൻ പറയാം. നമ്മളൊരു 20-30 പേജുള്ള ഒരു പ്രോഗ്രാമാണ് എഴുതുന്നതെന്ന് കരുതുക. അപ്പോൾ അതിൽ പൈ എന്ന് പറയുന്ന ടേം വരുന്ന ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്. പക്ഷേ ഒരു 100 ഇക്വേഷൻ ഉണ്ട് പൈ എന്ന് പറയുന്ന ആ ടേം വരുന്ന. അപ്പോൾ അങ്ങനെ ആ വരുന്ന 100 ഇക്വേഷനിലും നമ്മൾ പൈ എന്ന് പറയുന്ന ടേമിന് പകരം 3.14 എന്ന വാല്യൂ ആണ് ഇട്ട് കൊടുത്തത്. അങ്ങനെ 3.14 എന്ന കോൺസ്റ്റൻറ്റ് വാല്യൂ ഇട്ട് കൊടുത്താണ് നമ്മൾ ആ 100 ഇക്വേഷൻ, 100ഉം ഡിഫറെൻറ്റ് ഇക്വേഷൻ ആണെന്ന് കരുതുക. അങ്ങനെ ഒരു വലിയ ലെങ്തി ആയിട്ടുള്ള പ്രോഗ്രാമിൽ ഒരു 100 ഇക്വേഷനിൽ ഇങ്ങനെ പൈയുടെ ടൈം വരുന്നുണ്ട്. അതിലെല്ലാം നമ്മൾ 3.14 എന്നാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇട്ട് നമ്മൾ പ്രോഗ്രാം എഴുതി നമ്മൾ മാനേജറിൻ്റെ കാണിക്കുക. നമ്മൾ കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെന്ന് കരുതുക. നമ്മളത് മാനേജറിൻ്റെ കൊണ്ട് കാണിക്കുക. മാനേജർ പറയുന്നു, എനിക്ക് പൈയുടെ വാല്യൂ 3.14 ഇട്ടാൽ പോരാ, എനിക്ക് കുറച്ചും കൂടെ ആക്യുറസി വേണം ഔട്ട്പുട്ട് കിട്ടുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് 3.14 വരും 3.14159 ആക്കി കൊണ്ടുവരാനായിട്ട് നമ്മളടുത്ത് പറയും. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? നമ്മളത് പിന്നെ വന്നിട്ടിരുന്ന് ഈ 30 പേജുള്ള പ്രോഗ്രാമിൽ 100 ഇക്വേഷൻ ഉണ്ടായിരിക്കും. ആ 100 ഇക്വേഷനിലും വന്ന് ഇത് ടൈപ്പ് ചെയ്ത് മാറ്റേണ്ടി വരും. 3.14 എന്നുള്ളത് മാറ്റി 3.14159 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. ഒരു 100 ഇക്വേഷനൊക്കെ ഉണ്ടെങ്കിൽ ആ 100 അടുത്തും കൊണ്ടുപോയി ടൈപ്പ് ചെയ്ത് കൊടുക്കണം എന്നൊരു അവസ്ഥ വന്നു പോകും. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ ഒഴിവാക്കാനായിട്ട് നമ്മുടെ സി പ്രോഗ്രാമിങ്ങിൽ ഒരു മെത്തേഡുണ്ട്. ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് കൊടുക്കുന്ന വാല്യൂസിന് പകരം വേറെ ഒരു രീതിയിൽ നമുക്ക് കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്ത് പ്രോഗ്രാം എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് ആദ്യമേ പ്രോഗ്രാം എഴുതി തുടങ്ങുമ്പോഴേ അത് മുന്നിൽ കണ്ട് വേണം നമ്മൾ ആ പ്രോഗ്രാം എഴുതാനായിട്ട്. അപ്പോൾ ആ ഒരു രീതിയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അതിനെ സിംബോളിക് കോൺസ്റ്റൻസ് എന്നാണ് ആ സംഭവത്തിനെ പറയുന്നത്. ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ അതിനു വേണ്ടി ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇവിടെ 3.14 എന്നതിന് പകരം PI എന്ന് പറയുന്ന ഒരു പേര്, ഒരു വേരിയബിളിൻ്റെ പേര് പോലെ ആ സംഭവമായിരിക്കും ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അതിനെ നമ്മൾ ആദ്യമേ കയറി ഡിഫൈൻ ചെയ്യും. അതായത് ഇവിടെ നമ്മുടെ ഹെഡർ ഫയൽ, അതിൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ട് #include_stdio.h എന്ന ആ ഹെഡർ ഫയലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം മെയിൻ ഫംഗ്ഷൻ തുടങ്ങുന്നതിന് മുന്നേ ഒരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് നമ്മൾ ഇങ്ങനെ കൊടുക്കും. ഇതെന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റിനെ ഡിഫൈൻ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് #define എന്ന് കൊടുത്തിട്ടുള്ളത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ #define എന്ന് കൊടുത്തിട്ട് PI എന്ന് നമ്മളിവിടെ എഴുതും. ആ പൈ എന്ന് പറയുന്ന ആ ടേമിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് PI ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ PI എന്ന് എഴുതിയത്. എന്നിട്ട് ഇത് സത്യം പറഞ്ഞ ഒരു വേരിയബിളിൻ്റെ ആ ഒരു രീതിയായിട്ട് നമുക്ക് എടുക്കാം. ഇപ്പോൾ PI എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആണെന്ന് ഇപ്പോൾ നിങ്ങൾ ഓർക്കുക. അങ്ങനെ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് അതിൽ സ്റ്റോർ ചെയ്യേണ്ട വാല്യൂ ആയിട്ട് ഈ 3.14159 എന്ന് നമ്മളിവിടെ കൊടുക്കുന്നു. ആക്ച്വലി ഈ PI എന്ന് പറയുന്നത് ഒരു വേരിയബിൾ അല്ല, അതൊരു കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? വേരിയബിൾ എന്ന് പറഞ്ഞാൽ വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതിനെയാണ് വേരിയബിൾ എന്ന് പറയുന്നത്. പക്ഷേ കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത, കോൺസ്റ്റൻ്റ് ആയിട്ട് വാല്യൂ ഇരിക്കുന്ന അതിനെയാണ് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കോൺസ്റ്റൻ്റ് ആണ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്യുന്നത്. PI എന്ന് പറയുന്ന പേരുള്ള അതിൻ്റെ വാല്യൂ ആയിട്ട് നമ്മളിവിടെ 3.14159 എന്നും ഇവിടെ വാല്യൂ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു കോൺസ്റ്റൻറ്റിനെ അത് ആദ്യമേ അങ്ങ് ഡിഫൈൻ ചെയ്യും. അതും മെയിൻ ഫംഗ്ഷനും പുറത്താണ്. അതായത് ഹെഡർ ഫയലിൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റൊക്കെ എഴുതിയിട്ട് അതിൻ്റെ കൂടെയാണ് ഇങ്ങനെ ഒരു കോൺസ്റ്റൻറ്റ് നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം #define എന്ന് എഴുതി ആ കോൺസ്റ്റൻറ്റിൻ്റെ പേരാണ് ഞാനിവിടെ PI എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ കോൺസ്റ്റൻറ്റിൻ്റെ പേര് എഴുതി. ഈ പേര് ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ വേരിയബിൾസിൻ്റെ പേര്, ഫംഗ്ഷൻസിൻ്റെ പേരൊക്കെ എങ്ങനെയാണോ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്, അതിൻ്റെ റൂൾസ് എങ്ങനെയാണോ ആ റൂൾസ് ഫോളോ ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മൾ ഈ കോൺസ്റ്റൻറ്റിൻ്റെ പേര് ഇവിടെ ഫിക്സ് ചെയ്യുന്നത്. അതായത് കീവേഡ്സ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല,
സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് അണ്ടർസ്കോർ മാത്രമേ യൂസ് ചെയ്യാവൂ, സിംഗിൾ വേർഡ് ആയിരിക്കണം, ഡിജിറ്റലിൽ സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല, അങ്ങനത്തെ റൂൾസൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു പേരായിരിക്കണം നമ്മളുടെ കോൺസ്റ്റൻറ്റിനും കൊടുക്കേണ്ടത്. എന്നിട്ട് അടുത്ത ഇതായിട്ട് ആ കോൺസ്റ്റൻറ്റിൽ എന്ത് വാല്യൂ ആണോ സേവ് ചെയ്യേണ്ടത് ആ വാല്യൂയും കൂടെ നമ്മളിവിടെ കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ നോർമലായിട്ട് പ്രോഗ്രാം എഴുതുന്നു. പ്രോഗ്രാം എഴുതുന്ന സമയത്ത് എവിടെയാണോ ആ പൈ എന്ന് പറയുന്ന ആ ടേം വേണ്ടത് അതിൻ്റെ സ്ഥാനത്ത് നമ്മളിവിടെ കോൺസ്റ്റൻറ്റ് ഡിഫൈൻ ചെയ്ത കോൺസ്റ്റൻറ്റിൻ്റെ ആ പേരായിരിക്കും നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നത്. ഇവിടെ PI എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഒരു ഉപയോഗം എന്തെന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സിറ്റുവേഷൻ, മാനേജർ നമ്മളോട് ആക്യുറസി കൂടുതൽ, അതായത് കൂടുതൽ ഡെസിമൽ പോയിൻറ്റ്സ് ഉള്ള വാല്യൂ ആയിട്ട് മാറ്റാനൊക്കെ പറയുമ്പോൾ, ഇങ്ങനെയാണ് നമ്മൾ പ്രോഗ്രാം എഴുതിയതെങ്കിൽ 100 ഇക്വേഷൻ ഉണ്ട് എങ്കിൽ 100 പോയി നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. പകരം ഈ കോൺസ്റ്റൻറ്റ് വാല്യൂയിലുള്ള ആ ഒരു വാല്യൂ മാത്രം ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ 3.14 പകരം 3.1459 എന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ആ വാല്യൂ ആയിരിക്കും ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ അത്രയും യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു രീതി നമ്മൾ ചെയ്യുന്നതിന് ഈ ഒരു സംഭവത്തിനെയാണ് സിംബോളിക് കോൺസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ എന്തെങ്കിലും ഇക്വേഷനിൽ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് നമുക്കൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ പ്രോഗ്രാമിൽ ഡിഫൈൻ ചെയ്യാം. അങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ടൊരു ഡിഫൈൻ ചെയ്തിട്ട് ആ കോൺസ്റ്റൻറ്റിൻ്റെ ആ പേര് മാത്രം നമ്മൾ ഇക്വേഷനിൽ കൊടുത്താൽ മതി. അപ്പോൾ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഒറ്റ അടിക്ക് ഇവിടുത്തെ ഈ വാല്യൂ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ ഈ പ്രോഗ്രാം റൺ ചെയ്യപ്പോൾ എല്ലാ വാല്യൂയും അതങ്ങ് ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ച് ആയിക്കോളും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇതിവിടെ ചെയ്യുന്നത്. ഇവിടെ അപ്പം ഈ സംഭവത്തിനാണ് ഈ കോൺസ്റ്റൻറ്റ് എന്ന സിംബോളിക് കോൺസ്റ്റൻസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസാണ് സിംബോളിക് കോൺസ്റ്റൻസ്. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസാണ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള വാല്യൂവിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യാം, നമ്മുടെ പൈ ഡിഫൈൻ ചെയ്ത പോലെ. അതല്ല ഇൻറ്റീജർ വാല്യൂ ആണ് നമുക്ക് സ്റ്റോർ ചെയ്യണമെങ്കിലും അതിനെ ഡിഫൈൻ ചെയ്യും. ഇവിടെ മാക്സ് എന്ന് പേരുള്ള ഒരു കോൺസ്റ്റൻ്റ് ആണ് ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ആ കോൺസ്റ്റൻറ്റിലോട്ട് 100 എന്ന് പറയുന്ന വാല്യൂ ആണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഈ മാക്സ് എന്ന് പറയുന്ന എവിടെ ഇക്വേഷൻ യൂസ് ചെയ്താലും അത് 100 എന്ന വാല്യൂ ആയിരിക്കും അവിടെ വരുന്നത്. പിന്നെ ഇങ്ങനത്തെ ക്യാരക്ടേഴ്സും നമുക്കിങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ നോക്കും. ഹാഷ് ഡിഫൈൻ ചെയ്തിട്ട് ആ കോൺസ്റ്റൻറ്റിൻ്റെ പേര് നമുക്കിവിടെ മെൻഷൻ ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കുക, ഈ ചാർ എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ ചാർ എന്ന വേർഡ് നമുക്കിവിടെ യൂസ് ചെയ്യാൻ ഒക്കത്തില്ല, അതൊരു കീ വേർഡാണ്. ഇവിടെ ക്യാപിറ്റൽ ലെറ്റേഴ്സാണ് നമ്മൾ യൂസ് ചെയ്തത്, കണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ചാർ എന്ന് പറയുന്ന വേർഡ് നമുക്ക് ആ കോൺസ്റ്റൻറ്റിൻ്റെ പേരായിട്ട് എഴുതാനാകും, ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണല്ലോ. അപ്പോൾ CHAR എന്ന അതിൻ്റെ വേരിയബിളിൻ്റെ പേര് കോൺസ്റ്റൻറ്റിൻ്റെ പേര് എഴുതി, എന്നിട്ട് ഒരു സിംഗിൾ ക്യാരക്ടർ ആയിരിക്കും ഇതിലൂടെ സ്റ്റോർ ചെയ്യുന്നത്. നമ്മൾ ക്യാരക്ടർ ഡാറ്റ ടൈപ്പിൽ എപ്പോഴും ഒരു സിംഗിൾ ക്യാരക്ടർ മാത്രമേ സ്റ്റോർ ചെയ്യാനൊക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ സിംഗിൾ കോഴ്സിൻ്റെ അകത്ത് ഒരു ക്യാരക്ടർ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ ഒന്നും സിംഗിൾ കോഴ്സ് ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ക്യാരക്ടർ ആയതുകൊണ്ട് സിംഗിൾ കോഴ്സിൻ്റെ അകത്ത് വേണം ആ ക്യാരക്ടർ മെൻഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ചാർ എന്ന് പറയുന്ന ആ കോൺസ്റ്റൻറ്റിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ G എന്ന് പറയുന്ന ക്യാരക്ടറാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് കോൺസ്റ്റൻസിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രോഗ്രാം എഴുതുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ, ഇക്വേഷനിൽ എന്തെങ്കിലും കോൺസ്റ്റൻറ്റ് വാല്യൂ ഒക്കെ ഉണ്ട് എങ്കിൽ നമ്മൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്തിട്ട് പ്രോഗ്രാം എഴുതുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് എന്ന് പറയാം. ഒരു പക്ഷേ പേപ്പർ വാല്യൂ ചെയ്യുന്ന ഫാക്കൽറ്റിക്ക് കുറച്ചും കൂടെ ഇമ്പ്രസ്ഡ് ആവാനായിട്ട് പറ്റും. ഇപ്പം നിർബന്ധമായും ഇങ്ങനെ ചെയ്യണമെന്നില്ല. നമ്മൾ കുറച്ച് എക്സാമിന് പ്രോഗ്രാം കിട്ടപ്പോൾ ഇവിടെ ഇങ്ങനെ കോൺസ്റ്റൻറ്റ് ഡിഫൈൻ ചെയ്യണമെന്നില്ല. ജസ്റ്റ് ഇങ്ങനെ ഇട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, 3.14 എന്ന ഇക്വേഷനിൽ ഇട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. എന്നാലും ചില പ്രോഗ്രാമിൽ ചിലപ്പോൾ എടുത്ത് പറയും, കോൺസ്റ്റൻറ്റ് ഡിഫൈൻ ചെയ്ത് നിങ്ങൾ പ്രോഗ്രാം എഴുതുക എന്നൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ എടുത്ത് പറഞ്ഞിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു രീതി ഫോളോ ചെയ്യുക. അതല്ല ടീച്ചറിനെ ഒന്ന് ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയും നിങ്ങൾക്ക് കോൺസ്റ്റൻറ്റ് ഉള്ള ഈ പ്രോഗ്രാമൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കോൺസ്റ്റൻറ്റ് ഡിഫൈൻ ചെയ്ത് നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾ ചോദിക്കും, സാർ ഇവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, നമുക്കൊരു വേരിയബിൾ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ട് അതിന് 3.14 എന്നിങ്ങനെ അതിന് ഇനിഷ്യലൈസ് ചെയ്തിട്ട് ആ വേരിയബിൾ നമുക്കിവിടെ യൂസ് ചെയ്തൂടെ എന്ന് നിങ്ങൾക്ക് ചോദിക്കും. അതായത് ഈ പ്രോഗ്രാമിൽ എഴുതിയിരിക്കും പോലെ ഇവിടെ ഞാൻ PI എന്ന് പറയുന്ന ഒരു വേരിയബിളാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ആ വേരിയബിളിൻ്റെ ഒരു ഇനിഷ്യൽ വാല്യൂ ആയിട്ട് 3.14159 എന്നിവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിവിടെ ഏരിയ എന്ന് എഴുതിയിട്ട് ഇവിടെ PI എന്ന്, അതായത് ഇതിന് പകരം ഇവിടെ ഈ വേരിയബിളാണ് ഞാനിവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്തൂടെ എന്ന് നിങ്ങൾക്ക് ഒരു പക്ഷേ ഡൗട്ട് തോന്നാം. അപ്പം ഇങ്ങനെയും ചെയ്യാം. ഇതെന്ന് പറയുന്നത് സത്യം പറഞ്ഞൊരു വേരിയബിളാണ്. അപ്പോൾ വേരിയബിളിൻ്റെ ഒരു പ്രോബ്ലം എന്തെന്ന് പറഞ്ഞാൽ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് വേണമെങ്കിൽ വേരിയബിളിൻ്റെ വാല്യൂസ് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഫോർ എക്സാമ്പിൾ ഇതിപ്പം വളരെ ലെങ്തി ആയിട്ടുള്ള പ്രോഗ്രാമാണെന്ന് കരുതിക്കോളൂ, ഒരു 10-20 പേജുള്ള പ്രോഗ്രാമാണെന്ന് കരുതുക. അതിലൊരു ആദ്യത്തെ ഒരു 10 പേജ് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ, ഇങ്ങനത്തെ സിമിലർ ആയിട്ടുള്ള ഇക്വേഷൻ ഒരുപാട് തവണ യൂസ് ചെയ്യുന്നു എന്ന് നിങ്ങൾ കരുതുക. ഈ പ്രോഗ്രാമിൽ ഒരു 10 പേജ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അബദ്ധത്തിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇട്ടു എന്ന് നിങ്ങൾ കരുതുക. PI = 5 എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഞാനിവിടെ ഇട്ടു എന്ന് നിങ്ങൾ കരുതുക. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വേരിയബിളിൻ്റെ വാല്യൂ പിന്നെ 5 ആയിട്ട് മാറും. അതായത് നമ്മളിവിടെ ഇനിഷ്യലൈസ് ചെയ്ത വാല്യൂ എന്ന് പറഞ്ഞാൽ 3.14159 ആണ്. അതേസമയം എങ്ങനെയെങ്കിലും അബദ്ധത്തിൽ ഇങ്ങനെയൊക്കെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതിൽ വന്നു പോയാൽ ഉടനെ തന്നെ PI എന്ന് പറയുന്ന ആ വേരിയബിളിൻ്റെ വാല്യൂ 5 ആയിട്ട് മാറും. അതിനുശേഷം ഈ ഇക്വേഷൻ എവിടെ വരുന്നോ
അവിടെയെല്ലാം ഈ പി എയുടെ വാല്യൂ 5 ആയിട്ട് മാറും. പക്ഷേ നമ്മൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചില്ല എന്ന് വിചാരിക്കും. നമ്മൾ ഒരുപക്ഷെ ഇവിടുത്തെ വാല്യൂ ഒക്കെ ചേഞ്ച് ചെയ്തായിരിക്കും നമ്മൾ അതിലെ വാല്യൂസൊക്കെ മാറ്റാനായിട്ട് ശ്രമിക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വന്നു പോയാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഈസി ആയിട്ട് വേരിയബിളിൻ്റെ വാല്യൂ അതങ്ങ് ചേഞ്ച് ആയി മാറും. നമ്മൾ തന്നെ ഒരുപക്ഷെ അറിയത്തില്ല. അപ്പോൾ അങ്ങനത്തെ പ്രോബ്ലംസ് വേരിയബിളായിട്ട് നമ്മളിവിടെ കോൺസ്റ്റൻസിനെ യൂസ് ചെയ്ത് അങ്ങനത്തെ പ്രോബ്ലംസ് എല്ലാം ഉണ്ട്. കാരണം വേരിയബിളിൻ്റെ വാല്യൂസ് ഈസി ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതേസമയം നമ്മൾ ഇങ്ങനെയാണ് പ്രോഗ്രാം എഴുതുന്നതെങ്കിൽ ആ ഒരു പ്രശ്നമില്ല. കാരണം ഇവിടെ അടുത്ത ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പി എ ഈക്വൽ ടു എന്ന് പറഞ്ഞൊരു വാല്യൂ കൊടുത്താൽ അത് ഈ പി എ എന്ന് പറയുന്ന അതിലോട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് ഒക്കത്തില്ല. കാരണം അതിനൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഈ പ്രോഗ്രാമിൻ്റെ അകത്ത് വെച്ച് ഈ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ അകത്ത് വെച്ച് നമുക്കിതിൻ്റെ ഈ ടേമിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യാനേ പറ്റത്തില്ല. ഈ വാല്യൂ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ എഡിറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ അത്, കാരണം അത് കോൺസ്റ്റൻ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഈ കോൺസ്റ്റൻ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്ത് ചെയ്യുമ്പോൾ ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനത്തെ കോൺസ്റ്റൻ്റ് ഒക്കെയാണ് എങ്കിൽ ഇങ്ങനെ വേരിയബിളിന് അങ്ങനെ ഒരു വാല്യൂ കൊടുത്ത് അതിങ്ങനെ യൂസ് ചെയ്യുന്ന ആ ഒരു രീതി ഒഴിവാക്കി കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അതല്ല ഇങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ എക്സാമിന് ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെ രീതിയിൽ ചെയ്താലൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും പറഞ്ഞു വന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് വേരിയബിളും കോൺസ്റ്റൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സംഭവത്തിനെ സിംബോളിക് കോൺസ്റ്റൻസ് എന്നാണ് പറയുന്നത്. ഒരു പക്ഷേ തിയറി ക്വസ്റ്റ്യനായിട്ട് 2-3 മാർക്കിന് ചോദിച്ചെന്ന് വരും, എന്താണ് സിംബോളിക് കോൺസ്റ്റൻറ്റ്, അതിൻ്റെ സിൻറ്റാക്സ് എഴുതുക എന്നൊക്കെ ചിലപ്പോൾ ചോദിച്ചെന്നിരിക്കും. അപ്പോൾ സിൻറ്റാക്സ് എന്ന സംഭവം ഇങ്ങനെയൊക്കെയാണ് എഴുതി കാണിക്കേണ്ടത്. അപ്പോൾ ഹാഷ് ഡിഫൈൻ എന്ന് എഴുതി കോൺസ്റ്റൻറ്റിൻ്റെ പേര് എന്താണെന്ന് എഴുതിയിട്ട് അതിലെന്താണോ വാല്യൂ സേവ് ചെയ്യേണ്ടത് ആ വാല്യൂയും കൂടി ഇവിടെ എഴുതുക. അപ്പം ഈ വാല്യൂ എന്താണെന്ന് നിങ്ങൾ പ്രത്യേകം മെൻഷൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഡെസിമൽ പോയിൻ്റുള്ള വാല്യൂ ആണെങ്കിൽ അതങ്ങ് മെൻഷൻ ചെയ്യുക, ഇൻറ്റീജർ ആണെങ്കിൽ അതങ്ങ് മെൻഷൻ ചെയ്യുക, അതല്ല ക്യാരക്ടർ ആണെങ്കിൽ സിംഗിൾ കോഴ്സിൻ്റെ അകത്ത് അതങ്ങ് മെൻഷൻ ചെയ്യുക. അപ്പോൾ ആ ഡാറ്റ ആയിരിക്കും ഈ കോൺസ്റ്റൻറ്റിലോട്ടങ്ങ് സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, നമ്മളിവിടെ ഈ പി എ എന്നുള്ളത് ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ് യൂസ് ചെയ്തത്. അതേ സംഭവം തന്നെ ഞാനിവിടെ വേരിയബിളായിട്ട് ക്രിയേറ്റ് ചെയ്തപ്പോൾ ഞാൻ ഇവിടെ സ്മോൾ ലെറ്റേഴ്സിലാണ് ഉപയോഗിച്ചത്. ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെയും ഞാനിവിടെ ഡിഫൈൻ ചെയ്ത എല്ലാ വേരിയബിളിൻ്റെ പേരെന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ് ഉപയോഗിച്ചത്. സാധാരണ ഈ കോൺസ്റ്റൻ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്ന അതിൻ്റെ പേരെന്ന് പറയുന്നത് നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതാറുള്ളൂ. അതെന്ന് പറയുന്നത് ഒരു റൂളല്ല, ഈ പ്രോഗ്രാമേഴ്സ് ഫോളോ ചെയ്യുന്ന ഒരു രീതി ആണെന്ന് പറയാം. പ്രോഗ്രാമേഴ്സ് ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റൈൽ ഓഫ് പ്രോഗ്രാമിംഗ് എന്നോ അല്ലെങ്കിൽ ഒരു അൺറിട്ടൺ റൂൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത് ആക്ച്വലായിട്ടുള്ള റൂളല്ല, എന്നാലും പ്രോഗ്രാമേഴ്സ് ഫോളോ ചെയ്യുന്ന ഒരു രീതി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ പ്രോഗ്രാം കാണുന്ന സമയത്ത്, ഇങ്ങനെ ഒരു പ്രോഗ്രാം കാണുന്ന സമയത്ത് നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുമ്പോൾ ഏരിയ ഈക്വൽ ടു ക്യാപിറ്റൽ ലെറ്റർ പി ഐ ഇൻറ്റു ആർ നമ്മൾ കാണും. അപ്പോൾ ഈ ക്യാപിറ്റൽ ലെറ്റർ പി ഐ എന്ന് എഴുതിയിരിക്കുന്ന കാണുമ്പോഴേ അറിയാവുന്ന പ്രോഗ്രാമറാണ് എങ്കിൽ, കുറച്ച് വിവരമുള്ള പ്രോഗ്രാമറാണ് എങ്കിൽ അയാൾക്കപ്പം തന്നെ മനസ്സിലാവും അത് ഒരു നോർമൽ വേരിയബിൾ അല്ല, അതൊരു കോൺസ്റ്റൻ്റ് ആണ് എന്ന് മനസ്സിലാവും. അങ്ങനെ കോൺസ്റ്റൻ്റ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ കോൺസ്റ്റൻസ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്ന സംഭവത്തിനെല്ലാം ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ കൊടുക്കുന്നത്. കാരണം സാധാരണ വേരിയബിളൊക്കെ ആണെങ്കിൽ സ്മോൾ ലെറ്റേഴ്സ് മാത്രമേ നമ്മൾ എഴുതാറുള്ളൂ. നമ്മളിപ്പോൾ ഇതുവരെ ഉണ്ടാക്കിയ പ്രോഗ്രാമിലെല്ലാം ഈ വേരിയബിളിൻ്റെ പേരെല്ലാം സ്മോൾ ലെറ്റേഴ്സിലാണ് എഴുതിയത്. ക്യാപിറ്റൽ ലെറ്ററിൽ എന്തെങ്കിലും എഴുതുന്നുവെങ്കിൽ അത് സാധാരണ ഈ കോൺസ്റ്റൻസിനെയാണ് നമ്മളങ്ങനെ എഴുതാറ്. ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്ന അങ്ങനത്തെ പേരുകൾ മാത്രമേ നമ്മൾ സാധാരണ ഈ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതാറുള്ളൂ. ക്യാപിറ്റൽ ലെറ്റേഴ്സ് എഴുതിക്കുന്ന കാണുമ്പോൾ തന്നെ സാധാരണ കുറച്ച് വിവരമുള്ള പ്രോഗ്രാമറാണെങ്കിൽ അയാൾക്ക് മനസ്സിലാവും അതൊരു കോൺസ്റ്റൻ്റ് ആണ് എന്ന്. അപ്പോൾ ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്ന ടേംസ് മാത്രമേ സാധാരണ ഈ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതാറുള്ളൂ. അപ്പോൾ അതൊരു റൂൾ എന്ന് പറയുന്നില്ല, പക്ഷേ അതൊരു രീതിയാണ്, പ്രോഗ്രാമേഴ്സൊക്കെ ഫോളോ ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ എക്സാമ്പിളായിട്ട് ഈ കോൺസ്റ്റൻസ് ഡിഫൈൻ ചെയ്തപ്പോഴും അതിൻ്റെ പേരെന്നുള്ളത് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ കൊടുത്തത്. ഇത് സ്മോൾ ലെറ്റേഴ്സിൽ കൊടുത്താലും വർക്കാവും. ഇവിടെ ചാർ എന്നുള്ളത് വർക്കാവത്തില്ല, അത് കീവേഡാണ്, അത് വർക്കാവത്തില്ല. ബാക്കി ഈ പി ഐയും മാക്സും ഒന്നും കീവേഡല്ല. അപ്പോൾ അതുകൊണ്ട് സ്മോൾ ലെറ്റേഴ്സിൽ കൊടുത്താലും വർക്കാവും. പക്ഷേ ഇതൊരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് സാധാരണ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ നമ്മൾ എഴുതാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളും ഇങ്ങനെ കോൺസ്റ്റൻ്റ് ഡിഫൈൻ ചെയ്യുന്നുവെങ്കിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ പേര് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. കാരണം അതാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അത് ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ് അതിൻ്റെ പേര് നമ്മൾ സാധാരണ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ സിംബോളിക് കോൺസ്റ്റൻസ് എന്ന് പറയുന്ന ആ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് ഒരു ഹോംവർക്ക് പോലെ ഒരു പ്രോഗ്രാം നമുക്ക് എഴുതി നോക്കാം. ഇതും വളരെ സിമ്പിളായിട്ടുള്ള പ്രോഗ്രാമാണ്. നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാം ഇതുപോലെ ചെയ്ത് നോക്കി. അതുപോലെ തന്നെ ഏകദേശം അതേ ഔട്ട്പുട്ടൊക്കെ തന്നെയാണ് നമുക്ക് കിട്ടേണ്ടത്. പക്ഷേ ഇവിടെ നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ കരുതുക. ഇവിടെ ആദ്യം ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ കിട്ടേണ്ട ഔട്ട്പുട്ടാണ് ഞാനിവിടെ ഈ കൊടുത്തിട്ടുള്ളത്. ആദ്യം എൻ്റർ ദി പ്രിൻസിപ്പൽ എമൗണ്ട് ഇൻ റുപ്പീസ് എന്ന് ചോദിക്കുമ്പോൾ 5000 സാമ്പിളായിട്ട് 5000 എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. എൻ്റർ ദി നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് ഡിപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ 5 എന്ന് 5 വർഷം 5 എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. എൻ്റർ ദി ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് ഇൻ പെർസെൻറ്റേജ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ 8 എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. അപ്പം അത് കാൽക്കുലേറ്റ് ചെയ്ത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫോർ 5 ഇയേഴ്സ് ഈസ് റുപ്പീസ് എന്ന് പറഞ്ഞ് ആ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്രയാണെന്ന് വെച്ചാൽ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് ഇങ്ങനെ തരണം.
അപ്പോൾ അതിന് വേണ്ടിയുള്ള പ്രോഗ്രാമാണ് നമുക്ക് എഴുതേണ്ടത്, സിമ്പിളായിട്ടുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ അതിൻ്റെ ലോജിക്ക്, അതായത് ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് ഞാൻ ഇവിടെ ഈ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഇക്വേഷൻ വാല്യൂസ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഈ വാല്യൂ എത്രയെന്ന് വെച്ചാൽ കിട്ടും. അപ്പോൾ ഇക്വേഷൻ ഞാനിവിടെ തന്നിട്ടുണ്ട്. ഈ ഇക്വേഷനെ പ്രോഗ്രാം എഴുതി ഉണ്ടാക്കുക എന്നൊരു ജോലി മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ സിമ്പിളായിട്ട് 3 വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഒരു വേരിയബിളും കൂടെ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ എല്ലാം ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിൽ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് ഈസി ആയിട്ട് ഔട്ട്പുട്ട് എടുക്കാനും സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോഗ്രാം നിങ്ങൾ എഴുതി നോക്കുക. കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ ആ കോഡ് എന്നെ കാണിക്കുകയാണെങ്കിൽ മിസ്റ്റേക്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ടുള്ള പ്രോഗ്രാംസ് എഴുതി പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.